ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ബഹിരാകാശ രംഗത്തെ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ബഹിരാകാശത്തെ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇത് വിക്ഷേപിച്ചത് 2024 ജനുവരി 1 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. വിക്ഷേപണ വാഹനം PSLV C-58 വിക്ഷേപിച്ചത്. പോളിക്സ്, എക്സ്പെക്റ്റ് തുടങ്ങിയ രണ്ട് പ്രധാന പേലോഡുകളാണ് ഇതിൽ ഉള്ളത്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളാണ് ഇതിൽ വിക്ഷേപിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളാണ് ഇതിൽ വിക്ഷേപിക്കുന്നത്. ബഹിരാകാശത്ത് നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് VSAT വിക്ഷേപിച്ചത്. ബഹിരാകാശത്ത് നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് VSAT ഉപഗ്രഹം വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം: 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗാരിയ. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഉത്തരം ഹേമലത. അടുത്ത ചോദ്യം: കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം: ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ KPS മേനോൻ പുരസ്കാര ജേതാവ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ KPS മേനോൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം സഞ്ജീവ് സന്യാൽ. അടുത്ത ചോദ്യം: പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം: 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഏർപ്പെട്ട അയൽരാജ്യം ഏതാണ്? 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽരാജ്യം ഏതാണ്? ഉത്തരം നേപ്പാൾ. അടുത്ത ചോദ്യം: 2024 ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജേതാക്കളായത് ഇന്ത്യൻ ടീം. 2024 ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജേതാക്കളായത് ഇന്ത്യൻ ടീം. അടുത്ത ചോദ്യം: 2024 ജനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡീൻ എൽഗർ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്? 2024 ജനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡീൻ എൽഗർ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം: ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധന. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത്. അടുത്ത ചോദ്യം: 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിൻ്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം. 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിൻ്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം ആരാണ്? ഉത്തരം മാരിയോ സഗാലോ.
അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. ഉത്തരം മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം, കാർഗിലിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം ഏതാണ്? കാർഗിലിൽ ആദ്യമായി രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയ വിമാനം ഏതാണ്? ഉത്തരം C-130J. C-130J. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. ഉത്തരം ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. അടുത്ത ചോദ്യം, ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ഗബ്രിയേൽ അറ്റാൽ. ഗബ്രിയേൽ അറ്റാൽ. അടുത്ത ചോദ്യം, നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രി. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ. അടുത്ത ചോദ്യം, കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഓറൽ കീമോതെറാപ്പി മരുന്ന്. കുട്ടികളിലെ അർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഓറൽ കീമോതെറാപ്പി മരുന്ന്. ഉത്തരം പ്രീവാൾ. ഉത്തരം പ്രീവാൾ. അടുത്ത ചോദ്യം, 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല. ഉത്തരം കൊല്ലം. ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? ഉത്തരം അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ്. അടുത്ത ചോദ്യം, ദക്ഷിണ നാവിക കമാൻഡ് പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? ഉത്തരം വൈസ് അഡ്മിറൽ ബി ശ്രീനിവാസ്. വൈസ് അഡ്മിറൽ ബി ശ്രീനിവാസ്. അടുത്ത ചോദ്യം, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടി. ഉത്തരം ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ. അടുത്ത ചോദ്യം, സംസ്ഥാന യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. സംസ്ഥാന യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഉത്തരം ഉത്സവം. ഉത്തരം ഉത്സവം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ ദ്വാരക. ഗുജറാത്തിലെ ദ്വാരക. മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ആണ് ഈ ദൗത്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുന്നത്. മസഗൺ ഡോക്ക് ലിമിറ്റഡ് ആണ് ഈ ദൗത്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുന്നത്. അടുത്ത ചോദ്യം, റെയിൽ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി. റെയിൽ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. ബൈക്ക് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് നഗരം. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം. ഉത്തരം ദുബായ്. ഉത്തരം ദുബായ്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ K-സ്മാർട്ട്. K-സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. K-സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. അടുത്ത ചോദ്യം, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ITBP
മേധാവിയായി നിയമിതനായത്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ അഥവാ ITBP മേധാവിയായി നിയമിതനായത് രാഹുൽ ഗോത്ര. രാഹുൽ ഗോത്ര. അടുത്ത ചോദ്യം, കൊൽക്കത്ത രാജ്ഭവൻ പുനഃപ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. കൊൽക്കത്ത രാജ്ഭവൻ പുനഃപ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഡൽഹി ചുങ് കിങ്. ഡൽഹി ചുങ് കിങ്. അടുത്ത ചോദ്യം, ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് IHRD ആരംഭിച്ച യൂട്യൂബ് ചാനൽ. ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് IHRD ആരംഭിച്ച യൂട്യൂബ് ചാനൽ ടെക് മൈൻഡ്സ്. ടെക് മൈൻഡ്സ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം മഞ്ഞപ്പാലം, കണ്ണൂർ. കണ്ണൂരിലെ മഞ്ഞപ്പാലത്താണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും മലയാള പ്രസംഗത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് സുകുമാർ അഴീക്കോട് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും മലയാള പ്രസംഗത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് സുകുമാർ അഴീക്കോട് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ഉത്തരം വീരമംഗൈ. വീരമംഗൈ. വേദിയാകുന്ന സ്ഥലം തമിഴ്നാട്. വേദിയാകുന്ന സ്ഥലം തമിഴ്നാട്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലാവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? ഉത്തരം എസ് ശ്രീകല. എസ് ശ്രീകല. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട്. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി അംഗമായ രാജ്യങ്ങൾ. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി അംഗമായ രാജ്യങ്ങൾ. ഉത്തരം UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ബ്രിക്സിൽ പുതുതായി അംഗത്വമെടുത്ത രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇതോടെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10ആയി. ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇതോടെ 10ആയി. അടുത്ത ചോദ്യം, ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുന്നതിനായുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനവും KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുന്നതിനായുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനവും ഉൾപ്പെടുത്തി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. ചലോ ആപ്പ്. അടുത്ത ചോദ്യം, ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ൽ എത്തിയ മലയാളി താരം. ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണൻ. SL നാരായണൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെ? രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഉത്തരം ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം. ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ AI
ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ AI ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൽ വഹാബ്. ഹിഷാം അബ്ദുൽ വഹാബ്. തെലുങ്ക് സിനിമയായ ജ്ഞാനയുടെ ഇൻ്റർവെൽ പശ്ചാത്തലത്തിലാണ് AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയത്. തെലുങ്ക് സിനിമയായ ജ്ഞാനയുടെ ഇൻ്റർവെൽ പശ്ചാത്തലത്തിലാണ് AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S. ജയശങ്കർ. S. ജയശങ്കർ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാബനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാബജിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്. ഉത്തരം ഡെസേർട്ട് സൈക്ലോൺ. ഡെസേർട്ട് സൈക്ലോൺ. അടുത്ത ചോദ്യം, 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവ ഓരോന്നിൻ്റെയും വ്യാപാരം ശരാശരി 100 കോടിയിൽ എത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിൻ്റെ പദ്ധതി. 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവ ഓരോന്നിൻ്റെയും വ്യാപാരം ശരാശരി 100 കോടിയിൽ എത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിൻ്റെ പദ്ധതി. ഉത്തരം മിഷൻ 1000. മിഷൻ 1000. അടുത്ത ചോദ്യം, പ്രമുഖ പത്രപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത്. പ്രമുഖ പത്രപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ഡോക്ടർ ശശി തരൂർ. ഡോക്ടർ ശശി തരൂർ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡ്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡ് ഹില്ലി അക്വ. ഹില്ലി അക്വ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം മേഘമല വെള്ളിവരയൻ. മേഘമല വെള്ളിവരയൻ.